Hello, I'm Dr. Junaid, diabetologist in Ratna Hospital, Swami Mഠം. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റീസ് അഥവാ പ്രമേഹം എന്താണെന്നാണ്. കൺസിസ്റ്റൻ്റായിട്ട് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് ബ്ലഡിൽ ഉയർന്നു നിൽക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസ് നമ്മൾ പറയുമ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയബറ്റീസ്. ടൈപ്പ് 1, ടൈപ്പ് 2, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, ഡയബറ്റീസ് ഓഫ് അതർ കോസസ്. അതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇൻസുലിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു കണ്ടീഷനിലാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് നമ്മൾ യൂഷ്വലി പൊതുവായി കണ്ടുവരുന്ന 95% ആളുകളിലുമുള്ള ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്. അതിൽ പ്രധാനമായിട്ടുമുള്ള കാരണം ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട്, എന്നാൽ അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. മൂന്നാമത്തതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ ഗർഭിണികളിൽ അല്ലെങ്കിൽ ഗർഭകാലത്ത് കണ്ടുവരുന്ന ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം. നാലാമത് അതർ റീസൺസ് കൊണ്ടുവരുന്ന ഡയബറ്റീസ്, പാങ്ക്രിയാസിനുള്ള ഡാമേജ് അല്ലെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുവരുന്ന ഡയബറ്റീസാണ് അതർ ടൈപ്സ് ഓഫ് ഡയബറ്റീസ്. ഇതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് പ്രത്യേകമായിട്ടും ഇൻസുലിൻ ഉപയോഗിച്ച് മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഡയബറ്റീസാണ്. അത് അത്ര കോമൺ അല്ല, എന്നാലും ഒരു 5% ആളുകളിലാണ് അത് കണ്ടുവരുന്നത്. ഏത് ഏജ് ഗ്രൂപ്പിലും ഇപ്പോൾ വരാം. യൂഷ്വലി ചെറിയ കുട്ടികളിലാണ് പണ്ട് പ്രധാനമായിട്ടും കണ്ടുവന്നിരുന്നത്. ഇപ്പം അത് ഏത് ഏജ് ഗ്രൂപ്പിലും കണ്ടുവരാറുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസാണ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന കുറച്ചൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം, പ്രധാനമായിട്ടും ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലം വരുന്ന അമിതവണ്ണം തുടങ്ങിയ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഉള്ളതുകൊണ്ട് വരുന്ന ഡയബറ്റീസാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഈ മെറ്റ്ഫോർമിൻ അല്ലെങ്കിൽ അതുപോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ പലപ്പോഴും ഉള്ള സംശയമാണ് ഇൻസുലിൻ ആണോ ഗുളികയേക്കാളും നല്ലതെന്നുള്ള ചോദ്യം വരാറുണ്ട്. അതിൽ ഡയബറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റേജ് അനുസരിച്ചാണ് ഇൻസുലിൻ നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെയിറ്റ് ലോസ് തുടങ്ങിയ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയാറുണ്ട്. ഇൻസുലിനും ഗുളികകളും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ചേർന്നാണ് കൊടുക്കേണ്ടത്. ഇൻസുലിൻ ഒരിക്കലും ഗുളികയ്ക്ക് പകരമായിട്ട് കൊടുക്കാറില്ല. മരുന്നുകളുടെ കൂടെ തന്നെയാണ് നമ്മൾ ഇൻസുലിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മൂന്നാമത് പറയുന്ന ഗർഭിണികളിൽ കാണുന്ന ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അത് ഗർഭകാലത്ത് ഡയഗ്നോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. നേരത്തെ തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾ പ്രഗ്നൻ്റ് ആയാൽ അതിനെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയില്ല. അത് ഡയബറ്റീസ് ആ പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടേ നമ്മൾ കണക്കാക്കുകയുള്ളൂ. നേരെ മറിച്ച് ഒരു 24 മുതൽ 28 ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ OGTT ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് കൂടി നിൽക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഫസ്റ്റ് ടൈം നമ്മൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. ഇതിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇൻസുലിനാണ് പ്രധാനമായിട്ടും. മെറ്റ്ഫോർമിനും വേണമെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് വെച്ചാൽ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് കൂടി നിന്നാൽ അത് അമ്മയ്ക്കും കുട്ടിക്കും ഒരുപോലെ കോംപ്ലിക്കേഷൻസ് വരുത്താൻ സാധ്യതയുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് സ്ട്രിക്റ്റ് കൺട്രോൾ ഗ്ലൂക്കോസിൻ്റെ കാര്യത്തിൽ പ്രഗ്നൻസിയിൽ നമ്മൾ പറയാറുള്ളത്. അതിന് വേണ്ടിയിട്ട് 3-4 നേരമൊക്കെ പലപ്പോഴും ഇൻസുലിൻ എടുക്കേണ്ടി വരാറുണ്ട്.